Hi, hello all, welcome to my YouTube channel. നെക്സ്റ്റ് ഒരു പോമാണ് നമുക്ക് പഠിക്കാനുള്ളത് വിജില ചിറപ്പാടിൻ്റെ വേസ്റ്റ് ലാൻഡ്. അപ്പോൾ വിജില ചിറപ്പാട് എന്നുള്ളത് ഒരു ദലിത് പോയറ്റാണ്. കോഴിക്കോടാണ് അവർ ജനിച്ചതൊക്കെ. കളക്ഷൻസ് ഓഫ് പോയട്രിയുടെ കാര്യമൊക്കെ പേജ് നമ്പർ 24 കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഏറ്റവും എളുപ്പമുള്ള രണ്ടെണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. കളക്ഷൻ എന്ന് പറയുമ്പോൾ 3 കളക്ഷനാണുള്ളത്. ഒരെണ്ണം അടുക്കളയില്ലാത്ത വീട്, ഹൗസ് വിത്തൗട്ട് എ കിച്ചൺ, അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, ആൻഡ് പകർത്തി എഴുത്ത്. ഈ 3 കളക്ഷൻസ് ഓഫ് പോയംസ് ആണ്. പിന്നെ ഇവരുടെ പോയംസ് എല്ലാം കൂടി ഓക്സ്ഫോർഡ് ഇന്ത്യൻ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് എന്നും പറഞ്ഞ് ഒരു കളക്ഷൻ പോലെ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ 2012. സോ ഈ വിജില ചിറപ്പാടെന്ന് പറഞ്ഞൊരു ഷീ ഹേഴ്സെൽഫ് ഇസ് എ ദളിത് പോയറ്റ് ആയതുകൊണ്ട് അവരുടെ പോയംസിനകത്ത് എന്തിനെക്കുറിച്ചായിരിക്കും ഇവിടെ പറയുന്നത്? ഫുള്ള് ദളിത് സൊസൈറ്റി അല്ലെങ്കിൽ ദളിത് പീപ്പിൾ ഫേസ് ചെയ്യുന്ന സപ്രഷൻ അല്ലെങ്കിൽ ഒപ്രഷൻ അല്ലെങ്കിൽ ലോവർ കാസ്റ്റിൻ്റെ ഡിസ്ക്രിമിനേഷനും കാസ്റ്റിസം ഇങ്ങനെയുള്ള തീംസാണ് അവർ ഡീൽ ചെയ്യുന്നത്. അപ്പം ലോവർ കാസ്റ്റിൻ്റെ ആ ഒരു പ്രോബ്ലംസിനെ കുറിച്ചാണ് അവരുടെ പോയംസ് അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാസ്റ്റിസം എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം ഡീപ്പായിട്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാസ്റ്റ് കോൺഷ്യസ്നെസ് ആണ്. കാസ്റ്റ് കോൺഷ്യസ്നെസ് അതായത് സ്വന്തം കാസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു കോൺഷ്യസ്നെസ്. ഇപ്പം വലിയ അപ്പർ കാസ്റ്റ് പീപ്പിൾ ആണെങ്കിൽ അവർക്ക് അവരുടെ ജാതിയെ അല്ലെങ്കിൽ ആ ഒരു ജാതിയെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ഒരു അഹങ്കാരം അല്ലേ, അത് കാണും. അപ്പം കാസ്റ്റ് കോൺഷ്യസ്നെസ് ഇൻഎസ്കേപ്പബിൾ ആണ്. അതിൽ നിന്ന് നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത്. കാരണം അത്രയ്ക്കും ഡീപ്പായിട്ടാണ് അത് സൊസൈറ്റിയിൽ അതിൻ്റെ റൂട്ട്സ് എംബഡഡ് ആയി കിടക്കുന്നത്. അപ്പോൾ കാസ്റ്റിസം എന്ന് പറഞ്ഞ കാര്യം കേരള സൊസൈറ്റിയിൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്? നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്ററി ആണെങ്കിൽ പോലും ജാതീയപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദുരഭിമാന കൊല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് പോയറ്റ് എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു കാസ്റ്റ്ലെസ് സൊസൈറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ജാതിയൊന്നുമില്ലാത്ത ഒരു മനോഹരമായ അല്ലെങ്കിൽ എന്താണ് എല്ലാവരും പരസ്പരം മനുഷ്യർ ഈക്വലായിട്ട് കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ പോയറ്റ് വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആസ്പയർ ചെയ്യുന്നത്. പോയറ്റിൻ്റെ ഫേവറേറ്റ് പോയറ്റ്സ് എന്ന് പറയുന്നത് ജോസഫ്, മാധവിക്കുട്ടി ആൻഡ് സച്ചിദാനന്ദനാണ്. പേജ് നമ്പർ 25 വീണ്ടും പറയുന്നുണ്ട്, ഈ വിജില ചിറപ്പാടിൻ്റെ പോംസ് എന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജിലാണ് ഒറിജിനലി എഴുതുന്നത്. അത് പിന്നീട് ആരെങ്കിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അവരുടെ എന്തിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? അവരുടെ ചുറ്റിനുമുള്ള റിയാലിറ്റീസിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ പോംസിനകത്ത് അതുകൊണ്ട് സിംബോളിസമിൽ റിച്ചാണ്. സിംബോളിസംസ് അതായത് സിംബൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ പോംസ് എഴുതുന്നത്. സിംബൽസ് ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ അടുക്കള ഒരു സിംബലാണല്ലേ. കിച്ചൺ റാഗ്സ്, നമ്മുടെ തടത്തുണി ഉണ്ടല്ലോ, നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തുണികളുണ്ടല്ലോ, അത് കിച്ചൺ റാഗ്സ് എന്നാണ് അതിനെ പറയുന്നത്. അതൊക്കെ എന്ന് പറയുമ്പോൾ ആദ്യം നല്ല തുണി നമ്മൾ എടുക്കും, പിന്നീട് അത് ഡേർട്ടിയായി മാറും. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ലൈഫും എന്ന് പറയുന്നത്. ആദ്യമേ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങി പിന്നീട് ഒരു ഡൊമസ്റ്റിക് ലൈഫിൽ ഒരു ജയിലിലകപ്പെട്ടൊരു സ്ത്രീയെ പോലെ അവശയാവുകയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ ജീവിതത്തിനെ കുറിച്ച് അത് കിച്ചൺ ക്ലോത്തുമായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്. സോ ഇങ്ങനെയുള്ള സിംബോളിസംസ് ആണ് ഇവരുടെ പോയിന്റ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഹ്യൂമറുണ്ട്, ഐറണിയുണ്ട്. ഇങ്ങനെയുള്ള 2 തീംസും നമ്മുടെ, അതായത് ഈ ഹ്യൂമറിനെയും ഐറണിയെയും അവർ റെസിസ്റ്റൻസ് ആയിട്ടും ആ ഒരു കാസ്റ്റിസത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കാണിക്കാനും ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് കാണിക്കാനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് കാണിക്കാനും ഒക്കെ അവർ സിംബൽസ് പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമറും ഐറണിയൊക്കെ ഒരു ടൂൾസ് ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 വർക്ക്സിൻ്റെയൊക്കെ കുറച്ച് സമ്മറി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് വേസ്റ്റ് ലാൻഡ് എന്നുള്ളത് മലയാളം ടൈറ്റിൽ എന്താണ്? പുറംപോക്ക്. വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഒരു പവർഫുൾ പോമാണ്. വളരെ ഷോർട്ടായിട്ടുള്ള പോമാണ്. അതെന്തിനെയാണ് കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സറ്ററൈസ് ചെയ്യുവാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ളൊരു ഒത്തൊരുമ, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ ഒരു ലൈനിനെ, ഈ ഒരു ബ്രദർഹുഡ് ഉണ്ടല്ലോ, സോ കോൾഡ് ആ ഒരു ഫേക്ക് ബ്രദർഹുഡിനെ കളിയാക്കിക്കൊണ്ട് സറ്ററൈസ് ചെയ്തുകൊണ്ടുള്ളൊരു പോമാണ്. അതായത് നമ്മൾ പറച്ചിലല്ലേ ഉള്ളൂ കാര്യങ്ങൾ, ഈക്വാളിറ്റി എല്ലാം, ബാക്കി എല്ലാ കാര്യത്തിലും ജാതിയുടെ കാര്യത്തിലും നമ്മൾ എല്ലാത്തിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞ ആളുകളെ നമ്മൾ നോക്കിക്കാണുന്നതെന്ന് പറയുവാണ്. അതായത് ചില ആളുകൾക്ക് ചില ആളുകളെക്കാട്ടിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രിവിലേജസ് കിട്ടുന്നു. നമ്മുടെ രാജ്യത്തുള്ള റൂൾസും റെഗുലേഷൻസും അല്ലെ, ലെജിസ്ലേഷൻസും അല്ലെ ഇതിനൊക്കെ എതിരാണെങ്കിൽ പോലും, ഡിസ്ക്രിമിനേഷൻസിനൊക്കെ എതിരാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഈ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാസ്റ്റിയസ്റ്റ് മൈൻഡ് സെറ്റ്, അതായത് ജാതിയെക്കുറിച്ചുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കൊരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതിപ്പോഴും പഴയതുപോലെ തന്നെ കിടക്കുകയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോക്കിംഗ് റിയാലിറ്റി ഈവൻ ടുഡേ എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. ഓക്കെ, അപ്പോൾ വിജില ചിറപ്പാടിൻ്റെ പോം എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനൻ്റ് കാസ്റ്റ് ആളുകളുടെ ഹിപ്പോക്രസിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ചില ആളുകൾ പറയില്ല ഞങ്ങൾ ജാതിയൊന്നും നോക്കത്തില്ല എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആ
ജാതി കാര്യങ്ങൾ അതും ഇതും എല്ലാം വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും. സോ ആ ഒരു ഹിപ്പോക്രസിയാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം പേജ് നമ്പർ 26 ആ ഒരു പോം കിടക്കുന്നുണ്ട്. അപ്പം എന്താണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേര് ചന്ദ്രിക ചേച്ചി എന്നാണ്. അതായത് ചന്ദ്രിക ചേച്ചി ഓഫ് ദ വേസ്റ്റ് ലാൻഡ്, അതായത് പുറംപോക്കിലെ ചന്ദ്രിക ചേച്ചി. അവരുടെ വേസ്റ്റ് ലാൻഡ് എന്താണ്, അവർ താമസിക്കുന്ന സ്ഥലം എന്താണ്, ഒരു വേസ്റ്റ് ലാൻഡാണ്, അതായത് പുറംപോക്ക്. അപ്പോൾ പുറംപോക്കിൽ താമസിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്, അവരൊരു ഡൗൺ ട്രോഡൻ അല്ലെങ്കിൽ ലോ കാസ്റ്റിലുള്ളൊരു സ്ത്രീ ആയിരിക്കും. അപ്പം അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റിയാണ് പറയുന്നത്. അതായത് അവർ പുവറാണ് അല്ലെങ്കിൽ അവർ ലോ കാസ്റ്റ് സ്ത്രീയാണ്, ഒരു ഡൗൺ ട്രോഡൻ സ്ത്രീ ആണെന്ന് പറയുന്നതിന് ഇൻഡയറക്റ്റ്ലി എങ്ങനെ പറഞ്ഞിരിക്കും നമ്മുടെ പോയിട്ട്, ചന്ദ്രിക ചേച്ചി ഓഫ് ദ വേസ്റ്റ് ലാൻഡ്, അതായത് പുറംപോക്കിലെ ചന്ദ്രിക ചേച്ചി. അതായത് പുറംപോക്കിലാണ് അവരുടെ വീട് അല്ലെങ്കിൽ അവർ താമസിക്കുന്നത് അല്ലെങ്കിൽ അവരെവിടെ നിന്നാണ് വരുന്നത്. ടോക്സ് അബൌട്ട് ദ ഹോംസ് വൺ എൻഡർ ഒള്ളി ത്രൂ ദ ബാക്ക് ഡോർ. അതായത് ചില വീടുകളിൽ നമ്മൾ ബാക്ക് ഡോറിൽ കൂടെയാണ് വരുന്നത്. അതായത് ഈ ലോ കാസ്റ്റിലുള്ള ആളുകളെ ചില വീടുകളിൽ ഫ്രണ്ട് ഡോറിൽ കൂടെ അല്ല കയറ്റുന്നത്, ബാക്ക് ഡോറിൽ കൂടിയാണ് അവരെ കയറ്റുന്നത്. ഇവർ ചന്ദ്രിക ചേച്ചി എന്ന് പറയുന്നത് പല വീടുകളിൽ പോയി സെർവൻ്റായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ത്രീയാണ്. ഫ്ലാറ്റുകളിലാണെങ്കിൽ ഒരു ഡോറല്ലേ ഉള്ളൂ, അപ്പോൾ അവർക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ തന്നെയാണ് അവർ ഫോഴ്സ്ഫുള്ളായിട്ട് എൻ്റർ ചെയ്യുന്നത്. ആ ഫ്ലാറ്റുകളിലൊക്കെ എങ്ങനെയാണ്, പോർച്ച് ലൈറ്റ് ഓണായി കിടക്കും. ചില വീടുകളിലാണെങ്കിൽ നമുക്ക് ബാക്ക് ഡോറിലൂടെ കയറാൻ പറയും. ഫ്ലാറ്റുകളിൽ പക്ഷേ അത് പറ്റത്തില്ല. കാരണം എന്താണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരേ ഒരു ഡോർ അല്ലെങ്കിൽ ഒരേ ഒരു എക്സിറ്റേ ഉള്ളൂ. സോ ഇവരെ പോലുള്ളവർക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ തന്നെ കയറാൻ സാധിക്കും. ഇവരെവിടെ നിന്നാണ് വരുന്നത്, മാർക്കറ്റ് പ്ലേസ്, ചന്തയിൽ നിന്ന് മീനും മേടിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ മീനാണെങ്കിലും നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ മീനൊക്കെ ഫ്രണ്ട് ഡോറിലൂടെ കൊണ്ടുവരുത്തില്ല, ബാക്ക് ഡോറിൽ അടുക്കള വഴിയിൽ അതിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പറയുകയാണ് ചന്ദ്രിക ചേച്ചിയും മീനും എല്ലാം ഒരേ പാത്താണ് അവർക്കുള്ളത്, അതായത് ബാക്ക് ഡോറിൽ കൂടിയാണ് അവർ എൻ്റർ ചെയ്യുന്നത്. കാരണം മീനും ചന്ദ്രിക ചേച്ചി, അതായത് ചന്ദ്രിക ചേച്ചി ഒരു ലോ കാസ്റ്റ് സെർവൻ്റ് ആയതുകൊണ്ട് അവരെ ബാക്ക് ഡോറിലൂടെ കയറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മീൻ കൊണ്ടുവരുന്നത് എന്താണ്, നമ്മൾ മീൻ കൊണ്ടുവരുമ്പോൾ സാധാരണ ബാക്ക് ഡോറിലൂടെയാണ് കയറുന്നത്. സോ അതേ ഒരു എന്താ പറയുന്നേടാ, അതേ ഒരു നമ്മൾ മനുഷ്യർക്കാണെന്നുണ്ടെങ്കിലും ഇതേ ഒരു സ്റ്റേറ്റസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അയാൾ ലോ കാസ്റ്റ് അല്ലെങ്കിൽ ലോ കാസ്റ്റ് ആണെങ്കിൽ, സെർവൻ്റ് ആണെങ്കിൽ നമ്മളെപ്പോഴും അവർക്ക് ബാക്ക് ഡോർ ആയിരിക്കും തുറന്നു കൊടുക്കുന്നത്. അവരായിരിക്കും നമുക്ക് ഒരുപാട് സർവീസസും കാര്യങ്ങളും ചെയ്യുന്നതെങ്കിലും നമ്മൾ അവരോട് പെരുമാറുന്നത് എങ്ങനെയാണ്, നമ്മൾ ബാക്ക് ഡോറിലൂടെയാണ് വീടിനകത്തേക്ക് കയറ്റുന്നത്. ആ മീനിനും ചന്ദ്രിക ചേച്ചിക്കും ഏകദേശം ഒരേ സ്റ്റേറ്റസ് തന്നെയാണ് നമ്മൾ കൽപ്പിക്കുന്നത്. ആൻഡ് സെയിം റൂട്ടിലൂടെയാണ് അവർ കയറുന്നത്. അപ്പോൾ ഈ സെയിം റൂട്ടിലൂടെ ചന്ദ്രിക ചേച്ചി കയറിയപ്പോൾ, ഒരു വീട്ടിനകത്ത് കയറിയപ്പോൾ ചന്ദ്രിക ചേച്ചി കേട്ടത് എന്താണ്, ടെലിവിഷനകത്ത് August 15 കുറേ ആളുകൾ പ്ലെഡ്ജ് എടുക്കുവാണ്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന്. അപ്പോൾ എന്തുകൂടെ പറയുന്നത്, കളിയാക്കിക്കൊണ്ട് പറയുവാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണെന്ന് പറയുമ്പോഴും ചന്ദ്രിക ചേച്ചിയെ പോലെ പുറമ്പോക്കിൽ താമസിക്കുന്നവരെ അല്ലെങ്കിൽ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മളിപ്പോഴും ഏതിലൂടെയാണ് കയറ്റുന്നത്, വീട്ടിനകത്ത് ബാക്ക് ഡോറിലൂടെയാണ് കയറ്റുന്നത്. അതായത് പറച്ചിലും കാര്യങ്ങളേ ഉള്ളൂ, നമ്മൾ പ്രീച്ച് ചെയ്യുന്നതും എല്ലാം എന്താണ്, ഭയങ്കര പുരോഗമനവാദമാണ് പ്രീച്ച് ചെയ്യുന്നതെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തിയിലൂടെ എന്താണ് കാണിക്കുന്നത്, അതിൻ്റെ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. സോ അതാണ് പറഞ്ഞ ഹിപ്പോക്രസി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വിജില ചെറുപ്പാടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 39 തൊട്ട് നോക്കാം നമുക്ക്. പേജ് നമ്പർ 13 ഈ ഒരു വേസ്റ്റ് ലാൻഡ് എന്നുള്ള പോയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കാസ്റ്റസ് സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന ടൈറ്റിൽ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞൊരു സിമ്പിളാണ്. കാരണം വേസ്റ്റ് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യാതൊരു വിധത്തിലുള്ള ഡെവലപ്മെൻറ്റ് നടക്കാത്തൊരു സ്ഥലം, പുറംപോക്ക്, അതായത് ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ലാൻഡ്, നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ലാൻഡ്. ആ ഒരു ലാൻഡ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഇടയിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എംപ്റ്റിനെസ്സിനെ അല്ലെങ്കിൽ ഇൻസെൻസിറ്റിവിറ്റിയെ കുറിച്ച് കാണിക്കുന്നത്. അതായത് പരസ്പര സമൂഹ ജീവികളോട് സ്നേഹമില്ലാത്ത ഒരു കൈൻഡ് ഓഫ് മൈൻഡ് പോലെയാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒക്കെ ഹാപ്പൻ ചെയ്യുന്നു. ചന്ദ്രിക ചേച്ചിയാണ് ഇവിടുത്തെ സ്പീക്കർ എന്ന് പറയുന്നത്. ചന്ദ്രിക ചേച്ചിയുടെ പ്ലേസ് എവിടെയാണ്, പ്രോട്ടഗോണിസ്റ്റ് ആണ് അവർ. പ്ലേസ് എന്താണ്, പുറമ്പോക്ക് അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡാണ്. സോ അവർ ജീവിക്കുന്ന ആ ഒരു പുറമ്പോക്കിൽ നിന്ന് വരുമ്പോൾ നമുക്കറിയാമല്ലോ, പൂറായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അവർക്കുള്ളത്. അവർ ബാക്ക് ഡോറിലൂടെ മാത്രമാണ് അവരുടെ വീടുകളിൽ എൻ്റർ ചെയ്യുന്നത്. ഫ്ലാറ്റുകളിൽ മാത്രമാണ് അവർ ഫ്രണ്ട് ഡോറിലൂടെ എൻ്റർ ചെയ്യുന്നത്. കാരണം എന്താ, അവിടെ ഒരു എൻട്രൻസും ഒരു എക്സിറ്റുവേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചന്തയിൽ പോയി ഫിഷ് മേടിച്ചുകൊണ്ട് വരുമ്പോഴും അവർ ഇതിലേക്കൂടെയാണ് എൻ്റർ ചെയ്യുന്നത്, ബാക്ക് ഡോറിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത് അല്ലേ. സോ ആ സമയത്ത് ഇവരിങ്ങനെ പ്ലഡ്ജ് കേൾക്കുവാണ്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷേ എന്നിട്ട് അങ്ങനെയാണോ നമ്മൾ ശരിക്കും പറഞ്ഞ ആളുകളെ, നമുക്ക് ചുറ്റിനുമുള്ള ആളുകളെ നമ്മൾ കാണുന്നത്? ഇല്ല. ഈക്വലായിട്ടാണോ കാണുന്നത്? അല്ല. സോ ഇവിടെ പോയം ഒരു ഐറോണിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുവാണ്. അതായത് ഫ്രീഡമും ഇക്വാളിറ്റിയും സോഷ്യലിസവും ഡെമോക്രസിയും ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ് എംപ്റ്റി ആയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രോമിസസ് അല്ലെങ്കിൽ സ്ലോഗൻസ് ആണ്.
പറയുന്നതും പ്രവർത്തിക്കുന്നതിലും തമ്മിൽ ഒരുപാട് വലിയ ഡിഫറൻസ് ആണ് ഉള്ളത്. വാട്ട് ദ ലീഡേഴ്സ് പ്രീച്ച് അല്ലെങ്കിൽ വാട്ട് ദേ ഡു എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പിന്നെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? പേജ് നമ്പർ 40 4th ക്വസ്റ്റ്യൻ. വിജില ചിറപ്പാടിന്റെ പോംസിലെ സബ്ജക്ട് മാറ്റർ എന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്? സ്ത്രീകളുടെ പ്രശ്നത്തിനെ കുറിച്ചും ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും കാസ്റ്റ് പ്രശ്നത്തിനെ കുറിച്ചുമാണ്. പിന്നെ അടുത്ത എന്താണ്? പേജ് നമ്പർ 42 ഈ ഒരു പോയത്തിനെ കുറിച്ച് വീണ്ടും കൂടുതൽ പറയുന്നുണ്ട്. പേട്രിയാർക്കിയെ കുറിച്ചും റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതായത് മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ചന്ദ്രിക ചേച്ചി. കാരണം അവർ താമസിക്കുന്നത് വേസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ പുറമ്പോക്കിലാണ്. സോ ആ പുറമ്പോക്ക് എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് അല്ല, അത് ഇച്ചിരി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ. അവർ അൺടച്ചബിൾസ് ആണ് അവിടെ എല്ലാം താമസിക്കുന്നത്. സോ ഈ അൺടച്ചബിൾസിനെ വീട്ടിനകത്ത് കയറ്റുന്നത് എന്തിലൂടെയാണ്? ബാക്ക് ഡോറിലൂടെയാണ്. അപ്പർ ക്ലാസ് പീപ്പിളിന് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സർവീസസ് അല്ലെങ്കിൽ ഇവരുടെ ജോലി വേണം താനും, പക്ഷേ ഇവരെ ഒരിക്കലും ഈക്വലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യത്തുമില്ല. അതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിപ്പോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ക് ഡോർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡിസ്ക്രിമിനേഷനെ കാണിക്കുന്ന ഒരു സിമ്പിളാണ്. ഇപ്പോഴും ബാക്ക് ഡോറിലൂടെയാണ് ഇങ്ങനെയുള്ള ആളുകളെ കയറ്റുന്നത്. പിന്നെ ഈ ഒരു പോയം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കാസ്റ്റിയസ്റ്റ് സൊസൈറ്റി ഓഫ് കേരളയെ കുറിച്ചാണ് പറയുന്നത്. വളരെയധികം ഷോർട്ടായിട്ടുള്ള പോയമാണ്. പിന്നെന്താണ്? ഈ റിച്ച് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പീപ്പിളിന് മീൻ വേണം. അപ്പോൾ അവർ പക്ഷേ അവർക്ക് പോയി മേടിക്കാൻ പറ്റുക? അവർ പോയി മേടിക്കത്തില്ല. ഇവർ സെർവൻസിനെയാണ് പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ അൺടച്ചബിൾസിനെയാണ് പറഞ്ഞു വിടുന്നത്. എന്നിട്ടും അവർക്ക് ഫ്രണ്ട് ഡോറിലൂടെ അത് കയറ്റാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ബാക്ക് ഡോറിലൂടെയുള്ള സർവീസാണ് വേണ്ടുന്നത്. അതായത് ഇവരെ പോലുള്ള അൺടച്ചബിൾസിൻ്റെ സർവീസ് അവർക്ക് വേണം. അവരുടെ ജോലിക്ക് വേണ്ടി, അവർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഇങ്ങനെയുള്ള ആളുകളെ വേണം. പക്ഷേ ഇവർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഹിപ്പോക്രസിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോം റിഡിക്യൂള് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ബാക്ക് ഡോർ എന്ന് പറയുന്നത് ഇവിടെ ഒരു സിമ്പിളാണ് കേട്ടോ. പിന്നെ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നതും ഒരു സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.